صلى الله على محمد صلى الله عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ടവരെ, അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദാ സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. ഇത് പറഞ്ഞത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് നമ്മെ അറിയിക്കുന്ന ആ ആയത്ത് ഇറക്കിയിട്ടുള്ളത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ശഅബാനിലൊന്ന് ധാരാളം സ്വലാത്ത് പിടിക്കണം, സ്വലാത്തിന് ധാരാളം ചൊല്ലണം. ശഅബാൻ തീരാറായി. ഇന്നു മുതൽ എന്നും ചൊല്ലാനുള്ള എൻ്റെ പഠനകാലത്ത് തുടങ്ങിയ, ഞാൻ അന്ന് എൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞത് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി ചൊല്ലാറുള്ള, എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവുമ്പോൾ 1111 സ്വലാത്ത് നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാകാറുണ്ട്. ആ സമയത്തും എല്ലാം ചൊല്ലാറുള്ളത് സ്വലാത്തുൽ ഉമ്മിയാണ്. ഉള്ളത് പറയാലോ, പല സ്വലാത്തുകളും പലപ്പോഴായിട്ട് മഹത്വങ്ങൾ കേൾക്കുമ്പോൾ അത് മാറ്റി പിടിക്കാറുണ്ട്, അത് ചൊല്ലാറുണ്ട്, ഇതും ചൊല്ലാറുണ്ട്. അങ്ങനെ പലതും മാറി മാറി വരാറുണ്ടെങ്കിലും തുടക്കവും ഒടുക്കവും ഒന്നിലേക്ക് എത്താറുണ്ട്, സ്വലാത്തുൽ ഉമ്മിയിലേക്ക്. ഇതിന്റെ മഹത്വം ചെറുതല്ല. ആ സ്വലാത്ത് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി. അത്രയേ ഉള്ളൂ. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കൂട്ടിയാൽ പൂർത്തിയായി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി. ഇതാണ്. ഇത് വായയിൽ പെട്ടെന്ന് വരുന്ന സ്വലാത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ സ്വലാത്തിന്റെ പൂർത്തിയായ രൂപം ഞാൻ എഴുതി കാണിക്കാം, എന്നിട്ട് അതിന്റെ മഹത്വം പറയാം. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും, കഴിയുന്നവര്, വേറെ സ്വലാത്ത് കയ്യിൽ പിടിച്ച് പതിവാക്കിയ ആളുകൾ, സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ ഇപ്പോൾ നമുക്ക് ധാരാളം ഇഷ്ടപ്പെട്ട സ്വലാത്തുകളാണ്, ഫലങ്ങളേറെയുണ്ട്. ഇതിന്റെ മഹത്വം ധാരാളം ചൊല്ലിയാൽ കിട്ടുന്നത് വലിയ ഫലമാണ് സ്വലാത്തുൽ ഉമ്മിയിലൂടെ. അതുകൊണ്ടാണ് ഈ ഉമ്മി വീണ്ടും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഞാനത് പൂർണ്ണമായ രൂപത്തിൽ നോക്കിയിട്ട് തന്നെ തെറ്റാതെ വായിച്ചു തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നത് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. കാരണം അത് പൂർത്തീകരണമാണ്. പെട്ടെന്ന് വീണ്ടും വീണ്ടും 1000-ഓ 1,00,000-ഓ ഒക്കെ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക നബിയിക വറസൂലിക നബിയിൽ ഉമ്മി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി, അങ്ങനെയാണ് പറയാറുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി. ഒരു 100 ദിവസം പതിവാക്കുന്നുണ്ടെങ്കിൽ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് കൂട്ടിയിട്ട് തന്നെ പറയണം. ഇതിന്റെ മഹത്വം, ദിവസം ഒരാൾ ഇതിനെ 500 വട്ടം പതിവാക്കിയാൽ, 500 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ, ദിവസവും 500 ചൊല്ലാൻ, രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് 500 ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മരിക്കുകയില്ല. ഇനി രാത്രി 500 പകൽ 500 എന്നതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനോടെ എന്ന പോലെ, ഉറക്കിലല്ല, അവന്റെ ഉണർച്ചയിൽ തന്നെ കാണുവാൻ സാധിക്കും, സന്ധിക്കുവാൻ സാധിക്കും. അവിടത്തെയുമായി അങ്ങനെ ഒരു ആത്മീയ ബന്ധത്തിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ വളരും. ദിവസവും ഇങ്ങനെ 1000 ചൊല്ലി ചൊല്ലി വരിക, രാത്രി 500 പകൽ 500 എന്ന രൂപത്തിൽ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ മഹാന്മാർ, ആശിഖീങ്ങൾ, അവര് പറയാറുണ്ട്, ദിവസം 300 സലാത്തെങ്കിലും ഒരു മുസ്ലിം ചൊല്ലിയിരിക്കണമെന്ന്. അങ്ങനെ ചൊല്ലുന്നെങ്കിൽ ഒരു 300 സലാത്താക്കാം, ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും. വെള്ളിയാഴ്ച സമയത്ത്, വെള്ളിയാഴ്ച പകലിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച പകലിൽ ഒരാള്
ഇതിനെ 1000 വട്ടം ചൊല്ലിയാൽ, വെള്ളിയാഴ്ച തോറും ഈ സലാത്തിന് 1000 വട്ടം പകലിൽ ചൊല്ലുന്നു. എന്നാൽ ഒന്നിരിക്കൽ അവൻ അള്ളാഹുവിനെ കാണും സ്വപ്നത്തിൽ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ കാണാത്ത പക്ഷം, ഇനി കണ്ടില്ല എന്ന് വെച്ചാൽ, ഒരു 5 വെള്ളിയാഴ്ച ഈ നിയ്യത്ത് ചെയ്ത് 5 വെള്ളിയാഴ്ചകളിൽ വളരെ സാവധാനം 1000 വട്ടം ചൊല്ലി തീർത്ത് നോക്കുക. 5 വെള്ളിയാഴ്ചകൾ തുടരെ ഓതി വന്നാൽ ഈ പറഞ്ഞ ഭാഗ്യം അള്ളാഹുവിനെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ കാണാൻ സാധിക്കുമെന്നുള്ള ഈ കാര്യം ഇമാം ഷാഫിഈ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 1000 ചൊല്ലുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ, മയ്യത്ത് ഇങ്ങനെ കഫം തുണിയിൽ പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയപ്പോ പെട്ടെന്നൊരു വെളിച്ചം കാണുന്നു അദ്ദേഹത്തിന്റെ കഫംപുടക്കുള്ളിൽ തലയുടെ ഭാഗത്ത്. തുറന്ന് എന്താണെന്ന് നോക്കിയപ്പോ നല്ല വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട്, മൊബൈലിന്റെ സ്ക്രീൻ പോലെ. ഇപ്പൊ ഇങ്ങനെ ഓർമ്മിക്കാൻ പറഞ്ഞാണ്, പണ്ട് മൊബൈലൊന്നും ഇല്ല. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഒരു കടലാസിന്റെ കഷണം, അതിൽ ഒരു എഴുത്ത് കാണുന്നു. എഴുതിയത് പേന കൊണ്ടല്ല, മഷി കൊണ്ടല്ല, ഒരു പ്രകാശത്തിന്റെ എഴുത്താണ്. അതിങ്ങനെ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആ എഴുത്ത് അങ്ങനെ തന്നെ തിരിയാതെ നേരെ തന്നെ കാണുന്നു. ഇങ്ങോട്ട് തിരിച്ചാലും നേരെ തന്നെ എഴുതിയിട്ട് കാണുന്നു. ആരോ ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ വെളിച്ചത്തിന്റെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നമ്മള് ലാപ്ടോപ്പിൽ നിന്ന് കണക്ഷൻ ചെയ്തിട്ട് സ്ക്രീനിൽ നമ്മുടെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അടിക്കുന്ന പോലെ പ്രകാശത്തിനാലുള്ള എഴുത്തുമായി ആ കടലാസ് ആ മഹാന്റെ തലയുടെ ഭാഗത്തേക്ക് വന്ന് ഇരിക്കുന്നത് അത് എടുത്ത് വായിച്ചപ്പോൾ ഹാദാ ബറാഅത്തും മിനന്നാർ ലി ഖല്ലാദ് ബിൻ കസീർ, അദ്ദേഹത്തിന്റെ പേര് ഖല്ലാദ് ബിൻ കസീർ എന്നായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് കത്ത്. ഹാദിഹി ബറാഅത്തുൻ, ഹാദിഹി ബറാഅത്തും മിനന്നാരി, ഇത് നരകത്തിൽ നിന്നുള്ള മോചന പത്രമാണ്. ലി ഖല്ലാദ് ബിൻ കസീർ, ഈ കിടക്കുന്ന ഖല്ലാദ് ബിൻ കസീർ എനിക്ക് നരകമോചനം ലഭിച്ചു എന്നതിന്റെ നിദർശനമാണ് ഈ കത്ത് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും ഈ സലാത്തിൽ ഉമ്മിയെ ചൊല്ലിയിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി, അത്രയേ അദ്ദേഹം ചൊല്ലിയിരുന്നു. ഈ സലാത്തിൽ ഉമ്മിയിൽ നിന്ന് അബ്ദിക വനബിയിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ സലാത്തിൽ കാണുന്നില്ല. ഏതായാലും ആ അവസാന ഭാഗം നബിയിൽ ഉമ്മി എന്നതുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി, അതായിരുന്നു അദ്ദേഹത്തിന്റെ സലാത്ത്. സാധാരണ കുട്ടികളെ ഉറക്കുമ്പോൾ നമ്മളൊക്കെ പാടാറുള്ള ആ പാട്ട്. അല്ലാഹുമ്മ ഒന്ന് പാടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. ഇതാണ് അദ്ദേഹത്തിന്റെ ഉമ്മി സലാത്ത്. നമ്മളിപ്പോൾ പഠിപ്പിച്ച ഉമ്മി സലാത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഈ സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. വാചകങ്ങൾ കൂടുമ്പോൾ, അക്ഷരം വർദ്ധിക്കുമ്പോൾ ഫലങ്ങളും കൂലികളും അതിന്റെ സിറുകളും വർദ്ധിക്കും. അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ദുആവസിയത്തോടെ സലാത്തുൽ ഉമ്മിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മനസ്സറിഞ്ഞ് സ്വർഗാവകാശത്തിന് വേണ്ടി ആദ്യ വിഭാഗത്തിൽ തന്നെ സ്വർഗത്തിലെത്താൻ, ഖബറിലും അഷറയിലും എല്ലാം രക്ഷപ്പെടാൻ, മരണനേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്നിധ്യം ഉണ്ടായി മരിക്കാൻ എല്ലാവരും, എനിക്കും സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയും ഈ ഉള്ളവൻ ദുആയിൽ ഉൾപ്പെടുത്തും. അള്ളാഹു നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ പ്രശ്നങ്ങളെ മുഴുവനും പരിഹരിക്കുമാറാകട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വെച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഏപ്രിൽ 1. ഈ സ്വലാത്താവട്ടെ
നമ്മുടെ ഇന്നത്തെ ഏപ്രിൽ ഗുഡ്. നമ്മൾ ഒരിക്കലും ഫൂളാവരുത്. നല്ലൊരു അറിവ് കിട്ടി നാം നല്ലൊരു വിജ്ഞാനിയായി മാറുക. ഈ സ്വലാത്തിലൂടെ ഇരുലോക വിജയം നേടാനുള്ള ആ സത്യം ഉൾക്കൊള്ളുക. സത്യം വിജയിക്കും. സത്യം മാത്രം പറയുക. ആരെയും ചിരിപ്പിക്കാനോ പേടിപ്പിക്കാനോ പ്രാങ്ക് ചെയ്യാനോ ത്രസിപ്പിക്കാനോ ഒന്നും, കളവ് പറയാനോ ഉണ്ടാക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ, നോവലായാലും ഇനി ചെറുകഥകളായാലും ഇല്ലാ കഥകൾ പെരുപ്പിക്കാനോ പാടില്ല. വിശ്വാസിക്ക് അതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമാണ്. കള്ളം പറയുന്നവൻ മുനാഫിക്കാണ്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഈമാനോടെ കൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ ഈ കാലയളവിൽ നമുക്കും ഇനി ഇതിലും ദുഷിച്ച കാലം വരുമ്പോൾ നമ്മുടെ മക്കൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.